ഹലോ എവ്രിവൺ, ഐ ആം ദേവ. വെൽക്കം ബാക്ക് ടു DVM റെസ്ക്യൂ. കൊല്ലം അയത്തിനടുത്ത് പുളിയത്തുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 1.5 വയസ്സോളം പ്രായം തോന്നിക്കുന്ന മെയിൽ ലാബ്രഡോറിനെ ആരാണ്ട കൊണ്ട് കളഞ്ഞു. ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടതായിരിക്കാം. നഷ്ടപ്പെട്ടതാണെങ്കിൽ മാക്സിമം വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ ഓണറിനെ ഒന്ന് കണ്ടെത്തി കൊടുക്കാം. ഇവനെ റിപ്പോർട്ട് ചെയ്ത നിതിൻ വിക്രമും ശരണ്യ എന്ന് പറഞ്ഞ 2 പേരായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് രാത്രി വരുന്ന സമയത്ത് അവൻ ആ കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് 2 ദിവസമായിട്ട് കിടന്നിരുന്നത്. കോരിച്ചൊഴിയുന്ന മഴയത്തൊക്കെ നനഞ്ഞ് കുതിർന്ന് പലരും അതിലേ പോയിട്ടുണ്ടെങ്കിൽ പോലും ആരും ഒരു ദയ പോലും കാണിച്ചില്ല. ഈ ശരണ്യ എന്ന് പറയുന്ന കൊച്ചാണ് അവന് വേണ്ട ഭക്ഷണം 2 ദിവസമായിട്ട് കയ്യിൽ കരുതി അവന് കൊടുത്തിരുന്നത്. ഭയങ്കര നിരാശ, വിഷമം, പേടി, എന്തോന്നൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. ഈ ലാബിനെയൊക്കെ വളർത്തിയിട്ടുള്ളവർക്ക് അറിയാം, മനുഷ്യരിൽ നിന്ന് ഒരു നിമിഷം പോലും അകന്ന് നിൽക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു ബ്രീഡാണ്. ഭയങ്കര സെൻസിറ്റീവാണ്. മനുഷ്യരായിട്ടിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഒരു വീട്ടിൽ നിന്ന് തെരുവിലേക്ക് വന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യം അവൻ ഇതിനു മുമ്പ് എങ്ങനെ അതിന് ഒരു എക്സ്പീരിയൻസ് പോലും ചെയ്യാത്ത ഡോഗ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം അവൻ പേടിച്ച് വരണ്ടിരിക്കുമായിരുന്നു. തെരുവ് പട്ടികളുടെ ശല്യം, കൊര, ബഹളം, വണ്ടിയുടെ ശബ്ദം, ഇത് കാരണം ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അവൻ്റെ കണ്ണിലൊക്കെ ചുമന്ന് ഉറക്കക്ഷീണമൊക്കെ ഞാൻ എൻ്റെ ഗ്രൂമിങ് സെൻറ്ററിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് അവനൊന്ന് ഹാപ്പി ആവും. ഞാൻ ഒന്ന് തലയിലൊക്കെ തടവിയപ്പോഴൊന്ന് ചെറുതായിട്ട് വാലാട്ടുന്നത് തന്നെ. അവന് ചെറിയൊരു ഹാപ്പി അപ്പോഴാണ് ഒന്ന് കിട്ടിയത്. നമ്മുടെ ഒരു തലോടുള്ള കാരണം ഭക്ഷണം പോലും വേണ്ട, എന്നെ ഒന്ന് സ്നേഹിച്ച് എൻ്റെ കൂടെ ഒരു ആത്മവിശ്വാസം തരുന്ന ആരെങ്കിലും കൂടെ വന്നാൽ മതി എന്നുള്ളൊരു ഫീലാണ്. നേരെ എൻ്റെ ഗ്രൂമിങ് സെൻറ്ററിൽ കൊണ്ടുവന്നു അവനെ ഫുള്ളൊന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട്. അവൻ നല്ല ഒന്ന് ഉറങ്ങിയിട്ട് പോലും എന്നെ കണ്ണ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ വളർത്തുന്നവർ മാക്സിമം ഇവരെ ഫീലിങ്സ് കൂടി മനസ്സിലാക്കുക. ഒരു പട്ടിയെ പട്ടിയായിട്ട് കാണാതെ അതിന് മനസ്സിനുള്ളിലൊരു മനസ്സുണ്ടെന്നും കൂടി മനസ്സിലാക്കുക. അപ്പം സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വീടില്ലാത്തവർക്കൊരു വീട് കണ്ടെത്തി കൊടുക്കുക, വളർത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, വളർത്താൻ അർഹതപ്പെട്ടവർക്ക് കൈമാറുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പം നിങ്ങളുടെ വിലയേറിയ ഷെയറിങ്ങും നല്ല നല്ല ആൾക്കാരെ കണ്ടെത്താൻ പല സമയത്ത് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ലാബിനെ വളർത്തുന്നവരും വളർത്താൻ താല്പര്യമുള്ളവരും പൈസ കൊടുത്ത് മേടിക്കാൻ താല്പര്യമുള്ളവർ, ഇവർക്കൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വഴി കൊണ്ട് ഉപേക്ഷിക്കുന്ന പട്ടികളും ഇല്ലെങ്കിൽ വീട്ടിൽ വളർത്താൻ അർഹതയില്ലാത്ത ആൾക്കാരെ കയ്യിൽ കിട്ടുന്ന പട്ടികളെയൊക്കെ നമ്മൾ ഇതുപോലെ നല്ല കരങ്ങളിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും നല്ലൊരു വീഡിയോ കണ്ടെത്തി കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. താങ്ക് യു ഗൈസ്.